ഹലോ, വെൽക്കം ബാക്ക് ടു എ കെ റിവ്യൂ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ന്യൂസ് സെൻറ്റർ ടാക്കീസിലേക്കാണ്. ഹലോ മമ്മി എന്ന സിനിമ കാണാൻ വന്നേക്ക്. കല്ല് ഷോ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ സ്ക്രീൻ 3-ലുണ്ടാകും. നാളെ രാവിലെ അഭിപ്രായം പറയുന്നതായിരിക്കും. നല്ല ഹൃദയമുണ്ട്. അപ്പോൾ സിനിമ ഇന്നലെ കണ്ടു. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു പക്ക ഹൊറർ കോമഡി ഫിലിമായിട്ടാണ് തോന്നിയത്. പക്ക ഒരു ഹൊറർ കോമഡി റൈഡ്. ഇപ്പോൾ നമ്മൾ രോമാഞ്ചം എന്ന സിനിമ കണ്ടിട്ടില്ലേ? രോമാഞ്ചം, പിന്നെ അടിക്കപ്പേര കൂട്ടമണി, അങ്ങനത്തെ കുറേ ഫാൻറ്റസി എലമെൻസൊക്കെ ഉള്ളൊരു സിനിമയാണിത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷ കൊടുക്കേണ്ടത്. എൻ്റെ ചേട്ടൻ കണ്ടായിരുന്നു സിനിമ നേരത്തെ. അപ്പോൾ അവൻ പറഞ്ഞു നല്ല പടമാണ്. അപ്പോൾ അതനുസരിച്ച് ഫാമിലിയായിട്ട് പോയി ഇന്നലെ പോയി കണ്ടതാണ്. സിനിമ ഇറങ്ങിയിട്ട് 2 ആഴ്ച അറിയാം. ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. എനിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഷറഫുദ്ദീൻ്റെ കോമഡി ടൈം വെച്ച് തിയേറ്ററിൽ നിന്ന് ചിരിച്ചൊരു വഴിയായി. ഒരു കിടിലം കോമഡീസ് ഉണ്ട് പടത്തിൽ. അത്യാവശ്യം നമ്മളെ നന്നായിട്ട് ചിരിപ്പിക്കാൻ പറ്റുന്നൊക്കെ എല്ലാ സംഭവവും ഉണ്ട് ഈ പടത്തിൽ. പിന്നെ ഈ സിനിമ ഷറഫുദ്ദീനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഐശ്വര്യലക്ഷ്മി നായികയായിട്ട് അഭിനയിച്ച അവർ കുഴപ്പമില്ല, അവർ ഓക്കെ. എന്നാൽ ചിലയിടത്ത് ഒരു ബിറ്റ് ഓവറായിട്ട് എനിക്കെന്തോ ഫീൽ ചെയ്തു. പിന്നെ ബാക്കിയുള്ള ക്യാസ്റ്റും അത്ര മോശമാക്കിയില്ല, എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആക്കെന്ന് പറയും. പ്രത്യേകിച്ച് ജഗദീഷ് പുള്ളിക്കാരൻ സമീപകാലത്ത് ചെയ്ത റോളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ അടിപൊളിയൊന്നും തോന്നിയില്ല കണ്ടപ്പോൾ. ഓവറോള് അതിനകത്ത് അഭിനയിച്ച ആരും ഒട്ടും മോശമാക്കിയത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഷറഫുദ്ദീൻ തന്നെയാണ്. പുള്ളിയാണ് പടം കൊണ്ടുപോയത് മെയിനായിട്ട് തോന്നുന്നത്. കാരണം കോമഡി ടൈം അതിൻ്റെ ഒരു പക്ക ടൈമിൽ തന്നെ നമ്മളെ തിയേറ്ററിൽ പിടിച്ച് ചിരിപ്പിച്ചൊരു ലെവലാക്കിയ മനുഷ്യനാണ്. ഓവറോൾ ഹലോ മമ്മി എന്ന സിനിമ തിയേറ്ററിൽ പോയി ചിരിച്ചിരുന്ന് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് കുറച്ച് അവിടെ ചെറിയൊരു വളിപ്പായിട്ട് എനിക്കെന്തോ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് എനിക്ക് കോമഡിയായിട്ട് വർക്കായി. സെക്കൻഡ് ഹാഫ് ചിലയിടത്തൊരു എന്തോ ഇച്ചിരി വളിപ്പൊക്കെ തോന്നിയെങ്കിലും ഓവറോൾ പിന്നെ ഹൊറർ എലമെൻസൊക്കെ ഇച്ചിരി ത്രില്ലിങ് എലമെൻസും അത്യാവശ്യം ഇമോഷണൽ സൈഡ് കൊണ്ടുവന്നു. പക്ഷേ ആ ഇമോഷൻസ് എനിക്ക് അത്ര വലിയ കണക്റ്റ് ആയിട്ടില്ല. സെക്കൻഡ് ഹാഫ് കുറച്ച് കുഴപ്പമില്ല. ക്ലൈമാക്സ് പറയുകയാണെങ്കിൽ ക്ലൈമാക്സ് ഒരു ഓക്കെ ലെവൽ, എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓവറോൾ ഹലോ മമ്മി എന്ന സിനിമ ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി കണ്ടിരിക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ പടം ഒരു ആവറേജ് പ്രതീക്ഷിച്ച് കയറിയതാണ്. പക്ഷേ പടം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു. കൊള്ളുന്ന വളരെ തിയേറ്ററിൽ പോയി ചിരിച്ച് 2.25 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. ചിരിച്ചിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് ഹലോ മമ്മി. ഓവറോൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് പോയി കാണാമെന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഓവറോൾ അത്രയേ ഉള്ളൂ. ഹലോ മമ്മി എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4. പിന്നെ ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുമെന്ന് ഓൾറെഡി സിനിമയുടെ അഭിപ്രായം കേട്ടപ്പോൾ തന്നെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് കൊടുത്ത രീതിയിലാണ് അവസാനിപ്പിച്ചത്. ആ ടെയിൽ എൻഡിങ് സീനൊക്കെ നൈസായിരുന്നു. ഓവറോൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിനിമ കണ്ടതാണ് നിങ്ങൾ താഴെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും സുലാൻ.